ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുമി മൂവാസ് ടെസ്റ്റി കിച്ചൺ. അതെ, ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു നാടൻ രീതിയിലെ ലഞ്ചാട്ടോ. വേറൊന്നുമില്ല, നമ്മുടെ മുരിങ്ങക്കോലും മാങ്ങയും തക്കാളിയും കൊച്ചു ചെമ്മീനൊക്കെ ഇട്ടിട്ടുള്ള നല്ല നാടൻ കറി. അപ്പോൾ ഞാനിത് എല്ലാം കഴുകി വൃത്തിയാക്കി ഒരു ചട്ടിയിലോട്ടാക്കി അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനിട്ട് ഒക്കെ റെഡിയാക്കി ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് വെന്ത് വന്നപ്പോഴേക്കും ഞാൻ ചെമ്മീനും കൂടെ ഇട്ടെടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനാവശ്യമായിട്ടുള്ള തേങ്ങ, അതിൽ ഞാൻ വേറൊന്നും ചേർത്തിട്ടില്ല. ലേശം മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ല മഷി പോലെ നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഒട്ടുമുക്കാൽ ദിവസങ്ങളിലും ഓരോ മീൻ അല്ലെങ്കിൽ അങ്ങനെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കുമല്ലോ. ഇവിടെ ഇക്കാനും ഒത്തിരി ഇഷ്ടമാട്ടോ. ചക്കക്കുരുവും കൂടെ ചേർത്താൽ പിന്നെ ബഹുവിശേഷമായി. അപ്പോൾ ഇങ്ങനത്തെ കറികൾ ഇവിടെ ഇക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മോനും എനിക്ക് അത്ര ഇതല്ലെങ്കിലും വെക്കുമ്പോൾ ഞാൻ കൂട്ടും. മോന് പുള്ളിക്കാരന് ഒട്ടും താല്പര്യമേ ഇല്ല. പക്ഷേ ഇക്കാൻ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്ക് ഇടയ്ക്കിടയ്ക്ക് പറയും വായിക്ക് ടേസ്റ്റായിട്ട് അങ്ങനത്തെ കറി ഉണ്ടാക്കുക, അങ്ങനത്തെ കറി. ഇപ്പം മീനൊക്കെ മേടിച്ചിട്ട് നമ്മൾ വെക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ടേസ്റ്റില്ല. നമ്മൾ എല്ലാ സാധനങ്ങളും ചേർത്ത് നല്ല മാങ്ങയും കുടംപുളിയൊക്കെ ഇട്ട് വെച്ചിരുന്നാലും മീനിനൊരു ടേസ്റ്റ് വരുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് എനിക്ക് മാത്രം, പക്ഷേ അല്ല കേട്ടോ, ഒട്ടുമുക്കാൽ ആൾക്കാരും ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മളെപ്പോലെയുള്ള ഉമ്മമാരും ഒക്കെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പോൾ മീൻ വെച്ചിട്ട് ഒരു ടേസ്റ്റ് ഇല്ല, പച്ചക്കറി മാത്രമാണ് ഇപ്പോൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ മുട്ട അങ്ങനെയൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മുടെ നല്ല സിമ്പിളായിട്ടുള്ള ചക്കക്കുരു ഇല്ല, മുരിങ്ങക്കോലും മാങ്ങയും ചെമ്മീനൊക്കെ ചേർത്തുള്ള കറി റെഡിയായി. അതിനോടൊപ്പം ഒരു കോവയ്ക്ക ഒലത്തും കൂടെ ആയാൽ അടിപൊളിയായിരിക്കും അല്ലേ. അപ്പോൾ അത് ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ സ്വന്തം കോവയ്ക്ക കേട്ടോ. ഇന്നലെ ഇക്കാനെ കൊണ്ട് ഞാൻ പറിപ്പിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് മുച്ചിക്ക് കൊടുത്തു, ബാക്കി എടുത്ത് മിഴുക്ക് പുരട്ടാൻ വേണ്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കടുവെല്ലാം താളിച്ച ശേഷം അതിലേക്ക് ഞാൻ കോവയ്ക്ക, സവാള, പച്ചമുളക് എന്നിട്ട് അതിൽ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് തിരുമ്മി നമ്മൾ ഈ കടു പൊട്ടിച്ച് ചീനിച്ചട്ടിയിൽ വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ മുരിങ്ങക്കോലും ചെമ്മീനും ഉണക്ക ചെമ്മീനൊക്കെ ഇട്ട് വെച്ച കറി നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ കടുവും കൂടെ താളിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കടു താളിച്ചൊഴിച്ചാൽ കറിക്ക് അതിൻ്റേതായ ഒരു ടേസ്റ്റും കൂടെ വരുള്ളൂ. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള നല്ല നാടൻ ഒരു അടുക്കള ഊണാണ് കേട്ടോ ഇന്നത്തെ. ഇനി ഒരു മുട്ട പൊരിച്ചതും കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇക്ക വരുന്നതിന് മുന്നേ മോക്ക് ഞാൻ ഊണ് കൊടുത്തു. അവിടെ ഫുൾ ടൈം ഡാൻസാണ്. ആഹാരം കഴിക്കണമെങ്കിൽ 2 മണിക്കൂറാണ്. അപ്പോൾ അവളുടെ ഡാൻസും അതിൻ്റെ ഇടയിൽ ഇക്കയും വന്നും ഒക്കെ റെഡിയായി. ഇന്നത്തെ ലഞ്ചും സൂപ്പറായി. താങ്ക് യു.